അപ്പോൾ വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഒരു ട്രിപ്പിന് പോവുകയാണ്. പിന്നെ AC ട്രിപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. കാരണം AC ട്രിപ്പ് അല്ലെങ്കിൽ നോൺ AC ട്രിപ്പ് ആണെങ്കിൽ ഡോർ തുറന്നിട്ട് അകത്തുള്ള പാട്ട് മൊത്തം ഇവിടെ കേട്ട് കോപ്പറേറ്റ് ഇഷ്യൂ ഒക്കെ വരും. അതുകൊണ്ടാണ് സാധാരണ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ വെച്ചാൽ AC ട്രിപ്പുമായിട്ട് നമ്മൾ പോകുന്നത് കാഞ്ഞിരംകുളം പള്ളിയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ തിരുവല്ലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. നമ്മൾ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ വണ്ടി കൊടുത്തു. 4:30 വണ്ടി ചോദിച്ചു, 4:30 തന്നെ വണ്ടി കൊടുത്ത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 5 മണിക്ക് ഇവിടുന്ന് പോവേ ഉള്ളൂ. 5 മണിക്കും പോവും. അങ്ങനെ അപ്പോൾ സാർ രാവിലെ കുളിച്ചിട്ട് നേരത്തെ വന്നു. അപ്പോൾ വെച്ചാൽ നമ്മൾ 5:45 കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ തൊട്ടടുത്തുള്ള നമ്മളെ ഷെഡിനടുത്ത് തന്നെയുള്ള പമ്പിൽ ഡീസൽ അടിക്കാൻ കയറിയതാണ്. നമ്മളങ്ങനെ എടുത്ത് നിലമേലെത്തി ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല. നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറും. ആലങ്കോടിന്റെ കടകൾ നോക്കി വന്നിട്ട് ഒന്നും കിട്ടിയില്ല. കടകളൊന്നും കണ്ടില്ല, അടപ്പാണ്. അതുകൊണ്ട് നമ്മൾ നിലമേലെത്തിയപ്പോൾ ഒരു കടയിൽ നിർത്തി. ഇങ്ങനെ തിരുവല്ല മാത്രമല്ല, നമ്മുടെ പുതുപ്പള്ളിയും മണ്ണക്കാട് പള്ളിയൊക്കെ ഉണ്ട്, ആലപ്പുഴ ബീച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴാണ് പറഞ്ഞത്. എടുത്തപ്പോൾ മുതൽ അപ്പു സാർ ഇവിടെ ഉറക്കമാണ് കഴിച്ചു. ഉറങ്ങി അവന് പോലും മടുപ്പ് തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ വിശാലമായിട്ടുള്ള ബെഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കഴിച്ചു AC ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇനി അടിച്ചു പൊളിച്ച് പോകാതെ ഇവിടെ നിന്ന് ഇവർ ചായ കുടിച്ചിട്ട് കയറുമ്പോൾ നമ്മൾ നേരെ കൊട്ടാരക്കരയിൽ പോയി അവിടെയാണ് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പള്ളി, പിന്നെ അവിടെയാണ് ഈ ഇവർ ചായ കുടിച്ചിട്ട് നേരെ പോകുന്നത്. പെട്ടെന്ന് വിചാരിച്ച് കേറിയപ്പോ വേറെ ഫോണിന്റെ എടുത്തു. നമ്മൾ പോണ വഴിക്ക് ഇവിടെ കൊട്ടാരക്കരയിൽ ഒരു പള്ളിയുടെ ഒരു സ്കൂളിന്റെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അപ്പു സാർ ബാക്ക് പറഞ്ഞു തരാൻ പോവേണം. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്ത് കേസ്. എല്ലാ സാധനവും ഓഫ് ചെയ്യുന്നേ നോക്ക്. മലയാളി മന്തി വാങ്ങിച്ചിരുമെന്നാണ് പറയുന്നത്. മന്തി ഇപ്പൊ തരൂ.
ഇവിടെ മന്തി വാങ്ങിച്ചിരുന്നു. എല്ലാവർക്കും അപ്പൂവിന്റെ മന്തി. പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ സ്കൂളിന്റെ അകത്ത് വെച്ചാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടി നമ്മൾ ഇവിടെ നടത്തിയത്. അപ്പോൾ വെച്ചാൽ നമ്മളെ വീഡിയോസ് ഇതുപോലെയൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ AC ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടിയുടെ ക്യാബിൽ ഇരുന്നൊക്കെ വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. വലിയ വീഡിയോസ് ഇതാണ് AC ഓട്ടോ ആണെങ്കിൽ മാത്രമേ ഒരു അല്ലെങ്കിൽ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോസ് വലുതായിട്ട് വലിയ വീഡിയോസ് ഇടാത്ത. അപ്പോൾ വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫുഡ് കഴിക്കും. ഞാൻ പറഞ്ഞാൽ നമ്മളങ്ങനെ ഇവിടെ നിന്ന് കിടലും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ആൾക്കാർ ഒന്ന് ഇനി വന്ന് കയറുമ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് അടുത്ത സ്ഥലത്തേക്കുണ്ട്. തിരുവല്ലയിലാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരി എടുത്തുകൊണ്ടിരിക്കുന്നത് വേഗമായിട്ട് ഇവൻ്റെ അടുത്ത് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞാൽ പോണില്ല. ഇനി നമ്മൾ ആൾക്കാർ വന്ന് വണ്ടിയിൽ കയറുന്നത് വരെ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ചെറുക്കനത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? പറയൂ. അടുത്ത ആഴ്ച കൊണ്ട് ലിപ്പ് മാറ്റാം. അടുത്ത ആഴ്ച അപ്പുവിന്റെ ഇതുവരെയുള്ള ശമ്പളങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് അപ്പു ലിപ്പ് മാറ്റുന്നതായിരിക്കും. വണ്ടിന്റെ പേരിൽ എഴുതി തരണം. എന്റെ പേരില് അല്ല, തൊട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിക്കാണ് ലിപ്പ് മാറ്റി വെച്ചാൽ വണ്ടി മറ്റന്നാട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിക്കാണ്. അതിന് നീ ലിപ്പ് മാറ്റിട്ട് ലിപ്പല്ലേ നിന്റെ ഇതാവണല്ലോ. വണ്ടി എങ്ങനെ നിന്റെ വണ്ടിയിലാണ് വയ്ക്കുന്നത്. വണ്ടി എന്റെ വീടിന്റെ ഫ്രണ്ടിക്കാണ്. വീടിന്റെ ഫ്രണ്ടില്ല. അവിടുന്ന് എടുക്കാൻ കഴിവുള്ളവന്മാര് വന്ന് എടുക്കണം. അവിടെ അടുത്തുള്ളവന്മാർക്ക് എല്ലാവരും പിന്നെ നോക്കി വെച്ചിരിക്കുക ഗൈസ്. എവിടെ വെച്ചുണ്ടായാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുക. ആൾക്കാരൊക്കെ അങ്ങനെ വന്നു തുടങ്ങി ഗൈസ്. ഇനി നമ്മളെല്ലാവരെയും വണ്ടിയിൽ കയറ്റി തിരുവല്ലയിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ തിരുവല്ലയിലേക്കാണ് പോകുന്നത്. MC റോഡിന്റെ വിജനമായ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരായാലും ബൈക്കാരന്മാരും ഒന്നും മാറിത്തറില്ല ഗൈസ്. പട്ടാഴി എത്തി. പട്ടാഴി മാധവന്റെ പട്ടാഴി അങ്ങോട്ട്. പട്ടാഴിക്കും പുത്തൂരിന്റെ ഇടയ്ക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്ഥലത്തിന്റെ പേരറിഞ്ഞുള്ള അതിനകത്ത് AC ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ചില്ലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വഴിക്കകത്ത് അവിടെ അപ്പുറത്തെ വഴിക്കകത്തോടെയാണ് ഇവർ വന്ന സ്ഥലത്തേക്ക് പോകുന്നത്, പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ കൊണ്ടുപോയപ്പം വണ്ടി തിരിക്കാൻ സ്ഥലമില്ല. അവർ തിരിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി തിരിക്കാൻ പറ്റിയില്ല. തിരിക്കാൻ മനസ്സിലല്ല, ചെറിയ സ്ഥലമാണ്. അങ്ങനെ പിന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് നമ്മൾ വന്ന് ഇവിടെ ഒതുക്കി. ഇനി അവർ ഉച്ച വരെ എന്തോ പരിപാടി ഉണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇറങ്ങുള്ളൂ. അപ്പോൾ ആ സമയം വരെ നമുക്ക് ഇനി ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ സാർ ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. നമ്മളങ്ങനെ പതുക്കെ വണ്ടിക്കകത്ത് ഭയങ്കര വെയിൽ, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് പോസ്റ്റ് ആവട്ടെ. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരുന്നു. പോസ്റ്റായിട്ട് ജസ്റ്റ് ഉറക്കം ഉറങ്ങാൻ പോകാനാണ്. ഞാനും ഒപ്പം കൂടെ വണ്ടിക്കകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ പുതുപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത മണക്കാട് പള്ളിയിലേക്കാണ് പോകുന്നത്. മണക്കാട് പള്ളിയിലേക്കുള്ള ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. പുതുപ്പള്ളിയിൽ നിന്നൊരു ഏകദേശം കുറച്ച് ദൂരെ മണക്കാട് പള്ളിയിലേക്കുണ്ട്. 10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. പക്ഷേ റോഡിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് ഒത്തിരി സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിജനമായിട്ടുള്ള തിരക്കേറിയ പാതയിലൂടെയാണ് മണക്കാടിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അടുപ്പിച്ച് മണക്കാട് പള്ളിക്കുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് റോഡ് കാണിച്ചു കൊടുത്തു. ഇവിടെ നിന്നിട്ട് കാര്യങ്ങളെ കുറ്റം പറഞ്ഞിരി ട്രാവലിലെ പിന്നെ വണ്ടി പോകുന്നു.
റോഡുണ്ട് പക്ഷെ കട്ടർ കേരള റോഡാണ് ന്യൂയോർക്ക് മണർക്കാട് പള്ളിയിലോട്ട് തിരിയുകയാണ് ഗൈസ്. തിരിയുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കാട്, തിരിയുന്നതിൻ്റെ അവിടെ എത്ര കിലോമീറ്റർ 800 മീറ്റർ അടുപ്പിച്ചാണ്. വളവിൻ്റെ എവിടെയാണ് പള്ളി. ഇപ്പടിക്കും നമ്മളോട് ഫോറിക്ക് വേണ്ടി വണ്ടി. അങ്ങനെ നമ്മൾ എവിടെ എത്തി? കൃപാസനത്തിലെത്തി. കൃപാസനം പള്ളി ആൾക്കാർ പോയപ്പോൾ നമ്മളിവിടെ പതിവ് പോലെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഏകദേശം സന്ധ്യാസമയമായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ സാർ ഇവിടെ കിടിലം പടമൊക്കെ കണ്ട് മൂഡ് പോയിരിക്കുകയാണ്. എന്ത് പറയാനുണ്ട് താങ്കൾക്ക്? പറയൂ. അപരാധം, പ്യുവർ ക്ലാസ് അപരാധം. കണ്ണാടി നോക്കി അപ്പോൾ സാർ എന്തൊക്കെയോ പറയുകയാണ്. ഓട്ടോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ആളെ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ എം സി റോഡിലൂടെ കാഞ്ഞിരമുള ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെയൊക്കെ എത്തി. കൊട്ടാരക്കര കഴിഞ്ഞതറിയാം. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആലങ്കോട് വഴി കയറി കിളിമാനൂരിൽ നിന്ന് ആലങ്കോട് കയറി ബൈപ്പാസ് വഴി നമ്മൾ നേരെ കാഞ്ഞിരമുളത്ത് പോവുകയാണ്. പോച്ചമാരെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നൊരു സൈനിങ് ഔട്ട് ഫ്രം മോഹൻലാൽ.